പാതയിലേക്ക് ടീം ഓംകാരത്തിനായി സാരഥി ചങ്ങനാശ്ശേരി നന്ദുവിന്റെയും വിഷ്ണുവിന്റെയും കൈകൾ പിടിച്ചു വരികയാണ്. ആരു കേട്ടാലും കോരിത്തരിക്കുന്ന ആവേശമാണ് കേരളത്തിന് പകർന്ന ആണത്തത്തിന്റെ നേർരൂപം. എഴുതപ്പെട്ട കഥകളിൽ നായകനും എഴുന്നള്ളിയ മണ്ണിൽ ഇതിഹാസവും താൻ തന്നെയെന്ന് തെളിയിച്ച കാതലുള്ള ധിക്കാരി വരികയാണ്. വലതുപാദം പതിപ്പിച്ചിറങ്ങിയ വീഥികളിൽ വലിയ വലിയ വിജയങ്ങൾ നേടി രാജാവായ രജപുത്രരക്തം വെണ്ടിങ്കൽ കലയെയും വെങ്കങ്കയെയും പൊന്മുടിയിൽ ചൂടിയ ശ്രീ മഹേശ്വരപുത്രൻ പോരാടാൻ വന്ന താരങ്ങളോടെല്ലാം താരബൃന്ദങ്ങൾ മാത്രമേ തനിക്കെതിരാളിയാകൂ എന്ന് തെളിയിച്ച ചരിത്രമുള്ളവൻ. അതെ, ഇവൻ ഏറ്റുമാനൂരപ്പന്റെ കരുതലിൽ കോട്ടയത്തിന്റെ തിലകക്കുറിയായി മാറിയ മാതംഗ പ്രമാണി ശൈവ ചൈതന്യ ഭൂമിയിലെ ഏകരുദ്ര പ്രജാപതി രഥതിലകം ഏറ്റുമാനൂർ ഉഷശ്രീ ശങ്കരൻ കുട്ടി. ഓംകാരമൊരുക്കുന്ന ആരവത്തിൽ നായകനായി പരിമളത്തെ മണൽത്തരികളിൽ വരെ ആവേശം നിറയ്ക്കുവാൻ ചങ്ങനാശ്ശേരി നന്ദുവിന്റെയും വിഷ്ണുവിന്റെയും കൂടെ കൈകൾ പിടിച്ചുകൊണ്ട് അവതരിക്കുന്നു ശങ്കരൻ കുട്ടി. തന്റേടം തന്റെ രീതിയാക്കി താരമൂല്യം തന്റെ ശൈലിയാക്കി പട്ടങ്ങൾക്ക് നായകനായ ശങ്കരൻ കുട്ടി പകരക്കാരനെ തിരിഞ്ഞു പോയവർ പോലും പലതൊരു വാഴ്ത്തിപ്പാടി തിരികെ സ്വീകരിച്ച ചരിത്രമുള്ള ശങ്കരൻ കുട്ടി. പകരം ചോദിക്കാനും പ്രൗഢി കൊണ്ട് കൊട്ടാരം കെട്ടാനും നിമിഷ നേരം മാത്രം കഴിച്ചു മതിയെന്ന് തെളിയിച്ച ഒരേ ഒരു ശങ്കരൻ കുട്ടി. ഇത് രഥതിലകം ഉഷശ്രീ ശങ്കരൻ കുട്ടി. അതെ, കിഴക്കേ ചേരുവാരത്തിന്റെ പട നയിക്കുവാൻ തിരുനക്കര ദേവർ നിയോഗിച്ച പൂരപ്രമാണി. നാലാള് കൂടിയ നേരത്തിൽ അഞ്ചും വിരിച്ചു വീണപ്പോൾ നായകന്റെ സ്ഥാനം നൽകി ഏറ്റുമാനൂർ സ്വീകരിച്ചവൻ. കാലത്തിന് തൊഴിൽ വിളിക്കാൻ കരുത്തിൽ പൊൻപട്ടം ചാർത്തി കൊടുത്ത അഘോരമൂർത്തി അനുഗ്രഹിച്ചവൻ. ഈ ഓംകാരത്തിന്റെ കൈയും പിടിച്ചുകൊണ്ട് പരിമളത്തമ്മയെ സേവിക്കുവാൻ അലങ്കാര പ്രൗഢിയോടെ അവതരിക്കുന്നു സാക്ഷാൽ